കിലോയ്ക്ക് 1000 രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. വലിയ വലിയ കമ്പനികൾ നമ്മളുടെ മാർക്കറ്റിൽ ഇത് ഇറക്കുന്നുണ്ട്. കിലോയ്ക്ക് 1000 രൂപയും വാങ്ങിക്കുന്നുണ്ട്. അവർക്ക് ഏകദേശം 300 രൂപയുടെ റോ മെറ്റീരിയലും പ്ലസ് അവരുടെ ചാർജസും കാര്യങ്ങളും ഒക്കെയാണ് ആകുന്നത്. മാക്സിമം ടു മാക്സിമം വലിയ ഫാക്ടറികൾക്കാവുമ്പോൾ 400 രൂപ കിലോയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ 500 രൂപ കിലോയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ഇൻക്ലൂഡിങ് അവരുടെ എല്ലാവിധ എക്സ്പെൻസസുകളുമാണ്. അതായത് റീറ്റെയിൽ ഷോപ്പിൽ വരെ എത്തുന്ന എക്സ്പെൻസസ് അടക്കമാണ് ഈ 500 രൂപ എന്ന് പറഞ്ഞത്. ആ സാധനത്തിനാണ് 1000 രൂപ ഒരു കിലോയ്ക്ക് വാങ്ങിക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞല്ല, മുമ്പോട്ടത് പ്രൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ ഇമേജും കാര്യങ്ങളുമെല്ലാം കാണിക്കും. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കി അതിനേക്കാൾ നല്ലതായിട്ട് കൊടുക്കാൻ പറ്റും. ഒരുപാട് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. മാർക്കറ്റിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്രോഡക്റ്റ് ആണ്. നമ്മൾ വേണമെങ്കിൽ വീടാന്തരം വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. ഷോപ്പുകളിൽ കൂടെ വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. ഇനി അതല്ലെങ്കിൽ സർട്ടൻ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിച്ച് ബൾക്കായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുമാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഏകദേശം 500 രൂപ മുടക്കി കഴിഞ്ഞാൽ 1000 രൂപ പെർ കിലോ കിട്ടുന്ന പ്രോഡക്റ്റ്. എന്നാൽ നമുക്ക് 1000 രൂപ കിട്ടില്ല. നമുക്ക് 500 രൂപ മുടക്കിയാൽ ഒരു 700 രൂപ 750 രൂപ വരെ വാങ്ങിക്കാൻ പറ്റും. ആ പ്രോഡക്റ്റ് ആണ് കോഫി പൗഡർ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇതൊരു 10 ഗ്രാമിന്റെ പാക്കറ്റ് ആണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുമുണ്ട്, വാങ്ങിച്ചിട്ടുമുണ്ട്. ഇതിന്റെ വില 10 രൂപയാണ്. 10 ഗ്രാമിന് 10 രൂപയാകുമ്പോൾ 100 ഗ്രാമിന് 100 രൂപ, 1000 ഗ്രാമിന് 1000 രൂപ. എന്നാൽ ഇവരുടെ 100 ഗ്രാം പാക്കറ്റ് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 90 രൂപയുടെ അടുത്താണ് കോസ്റ്റ് വരുന്നത്. ഇനി 1 കിലോ ആകുമ്പോൾ അതനുസരിച്ചുള്ള വ്യത്യാസം വരാറുണ്ട്. പക്ഷെ ഇവർ മാർക്കറ്റ് ചെയ്യുന്നത് ഈ 10 രൂപയുടെ പാക്കറ്റ്, ഇൻസ്റ്റന്റ് പാക്കറ്റ് ആണ് മാക്സിമം മാർക്കറ്റ് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും തുക ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതേ സാധനം തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അവർ ഇടുന്ന അനാവശ്യ ഘടകങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഒരു പ്യുവർ ആയിട്ടുള്ള കോഫി പൗഡർ കൊടുക്കണമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോഫി ബീൻസ് ആണ്, അതായത് കാപ്പിക്കുരു. ഈ കാപ്പിക്കുരു കണ്ടുപിടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിച്ച് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മളുടെ വയനാട്, ഇടുക്കി മേഖല ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലകൾ തന്നെയാണ്. അവിടെയൊക്കെ ഒരുപാട് സൊസൈറ്റികളുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടാലും നമുക്ക് കാപ്പിക്കുരു സാധാരണ റേറ്റിൽ, അതായത് അന്നന്നത്തെ റേറ്റിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഹോൾസെയിലായിട്ട് ഇത് വാങ്ങിക്കൊണ്ടുവന്ന് ഉണങ്ങിയതായിരിക്കും അവർ തരുന്നത്. പിന്നെ അവർ ആ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ തരും. അതിനെ പിന്നെ നമ്മൾ പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഈ പൊടിക്കാൻ നേരത്ത് നമുക്ക് വേണ്ടത്, അപ്പോൾ അതിനു മുമ്പ് ഞാൻ റേറ്റ് പറഞ്ഞില്ല. അതായത് നമുക്കിപ്പോൾ 2 ടൈപ്പ് കാപ്പിയാണ് വരുന്നത്. ഒന്ന് അറബിക്ക വരുന്നുണ്ട്. അറബിക്ക ബീൻസിന് ഏകദേശം 300 രൂപ തൊട്ട് 400 രൂപ വരെ 1 കിലോഗ്രാമിന് വിലയുണ്ട്. പിന്നെ വരുന്ന റോബസ്റ്റ ആണ്. റോബസ്റ്റ ടീ ആണ് നമ്മൾ ഏതാണ്ട് കൂടുതലായിട്ട് കാണാറുള്ളത്. 200 രൂപ തൊട്ട് 300 രൂപ പെർ കിലോയെ വിലയുള്ളൂ. ആ സാധനത്തിന്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, ഇത് നമുക്ക് പൊടിക്കണമെങ്കിൽ നമുക്കൊരു ബർ ഗ്രൈൻഡർ വേണം. ആ ഗ്രൈൻഡറും അവൈലബിൾ ആണ്. അതിന്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ആ ഗ്രൈൻഡർ മുഖാന്തരം ഇത് പൊടിച്ച് ഫൈൻ പൗഡർ ആക്കിയതിനു ശേഷം നമ്മളിത് പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ കമ്പനിക്കാർ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. അതാണ് അതിനകത്തെ മാൽ പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം, മാൽ പ്രാക്ടീസ് അല്ല എന്ന് വേണമെങ്കിലും പറയാം. കാരണം അവരുടെ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ഒന്ന് കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ ഈ പ്രോഡക്റ്റിന് വേറൊരു അരോമ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടും അവർ ചിക്കറി ചേർക്കാറുണ്ട്. ചിക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ വേരാണ് ചിക്കറി എന്ന് പറയുന്നത്. നമ്മളിവിടെ ഈ ചിക്കറി കൂടാതെ തന്നെ പുളുങ്കുരു പൊടിച്ച് ചേർക്കാറുണ്ട്. പണ്ടൊക്കെ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. ഇപ്പം അറിയാമോ എന്ന് എനിക്കറിയില്ല. നമ്മളുടെ വാളൻ പുളിയുടെ കുരു നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഇതിനകത്ത് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ചിക്കറി ചേർക്കുക എന്ന് പറയുന്നത്. അത് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനും അവരുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും കൂടി ആണ് ഇങ്ങനെ ചേർക്കാറുണ്ട്. ഈ ചിക്കറിയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രശ്നമൊന്നുമില്ല. ജനറലി നമുക്ക് നമ്മുടെ ബോഡിക്ക് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ എക്സസ് ആയിട്ട് നിങ്ങൾ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഗ്യാസ് ഫോം ചെയ്യും വയറ്റില്.
നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം എക്സസ് ആയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായിരിക്കാം. അതുപോലുള്ള പിന്നെ അലർജി തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കണ്ടേ മതിയാവും. പക്ഷെ ചിക്കറി സാധാരണഗതിയിൽ അത്ര വലിയ പ്രോബ്ലക്കാരനല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചിക്കറി ഉപയോഗിക്കാതെയാണ് നമ്മൾ ഇവിടെ കാപ്പിപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാപ്പിക്കുരു മാത്രം വറുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് മെഷീൻകാർ കൃത്യമായിട്ട് തരും. ഇല്ലെങ്കിൽ നിങ്ങൾ DICയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഇല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് തരുന്ന ആളുകളുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഓക്കെ, ഇതിനുശേഷം ഇത് പൊടിച്ചു ഫൈൻ പൗഡർ ആക്കിയതിനു ശേഷം എയർ ടൈറ്റ് പാക്കേജിംഗ് ആണ് വേണ്ടത്. അതായത് ഒരു തരി പോലും എയർ കിടക്കാൻ പാടില്ല. വോക്യൂം പാക്കേജ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. വോക്യൂം പാക്കേജ് ചെയ്യുന്ന മെഷീന്റെ ലിങ്ക് വ്യൂ പ്രോഡക്ട്സിൽ, അതായത് വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഇത് സ്റ്റോർ ചെയ്യേണ്ടത് കൂൾ ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരിക്കലും ഇത് റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കാൻ പാടില്ല. കാരണം അതിനകത്ത് ഈർപ്പം ഉണ്ടാകും, മോയ്സ്ചർ ഉണ്ടായിട്ട് അത് സ്പോയിലായി പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. സാധാരണ അറ്റ്മോസ്ഫിയറിൽ സൂക്ഷിക്കുകയാണ് നല്ലത്. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്മോൾ ബാച്ച് പ്രൊഡക്ഷൻ എടുക്കണം. ഒരുപാട് പ്രൊഡക്ഷൻ എടുത്ത് വെക്കരുത്. കുറേശ്ശെ വിൽപ്പനയ്ക്ക് അനുസരിച്ച് പ്രൊഡക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഞാൻ 1000 രൂപ പെർ കിലോയ്ക്ക് വിൽക്കുന്ന പ്രോഡക്റ്റ് ആണ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇത് കൊണ്ടു ചെല്ലുമ്പോൾ 1000 രൂപയും തരത്തില്ല. കാരണം മറ്റവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ്, നമ്മൾ പുതിയ ആൾക്കാരാണ്. പക്ഷെ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അവരെക്കാൾ നല്ല ഗുണമേന്മ കൊടുത്തുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, വീടാന്തരം. അത് നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തട്ടുകടകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ചായ ഷോപ്പുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ അടുത്താണ് നിങ്ങൾ പോകേണ്ടത്. അവിടെ ചെന്ന് സാമ്പിൾ പാക്കറ്റ് കൊടുക്കുക, അവരോട് പറയുക, ഉപയോഗിച്ച് നോക്കാൻ പറയുക. നല്ലതാണെങ്കിൽ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞ് നമ്മളുടെ നമ്പറോ കാർഡോ എന്തെങ്കിലും കൊടുക്കുക. പിന്നെ റേറ്റ് ഒരു മാർക്കറ്റ് റേറ്റുമായിട്ട് തട്ടിച്ചു നോക്കിയതിന് ശേഷം ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള മാൾ പ്രാക്ടീസും നടത്താതെ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കച്ചവടം നിരന്തരം നടന്നുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും നിങ്ങൾ ഗുണമേന്മയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് ആ കച്ചവടം തീരുകയും ചെയ്യും. സത്യസന്ധമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ 500 രൂപ പെർ kg ഒന്നും നമുക്കാകില്ല. നമുക്ക് ആ ഒരു 300 രൂപയ്ക്ക് മേടിക്കുന്ന ബീൻസ് ചെയ്തു വരുമ്പോൾ 400 രൂപയ്ക്കുള്ളിൽ നമുക്ക് പ്രൊഡക്ഷൻ നിൽക്കും. പിന്നെ ട്രാൻസ്പോർട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ നമുക്കൊരു 400-420 രൂപയ്ക്കുള്ളിൽ നിൽക്കും. ആ സാധനം നമുക്ക് 600 രൂപ തൊട്ട് 800 രൂപ വരെ റേഞ്ചിൽ വിൽക്കാൻ പറ്റും ബൾക്കായിട്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് നമ്മളുടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ ഈ ചായക്കടക്കാര് 100 ഗ്രാം അല്ല വാങ്ങിക്കുന്നത്. അവർ 1 കിലോ, 2 കിലോ, 3 കിലോ, 5 കിലോ ആ റേഞ്ചിലായിരിക്കും വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെയാണ് തട്ടുകടക്കാർ വാങ്ങിക്കുന്നത്. അപ്പൊ ആ ഒരു റേഞ്ചിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ കച്ചവടം നന്നാവും. നമുക്ക് മാസം ഏറ്റവും കുറഞ്ഞത് ഒരു 10-30,000 രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ടാകും. പക്ഷെ ആദ്യത്തെ മാസങ്ങളിൽ ഇതൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്കൊരു 6-7-8 മാസം എടുക്കും ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട്. നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. വെറുതെ നമ്മൾ ഈ പ്രോഡക്റ്റ് കൊണ്ട് ഒന്നും നടക്കത്തില്ല. നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. ആ കഷ്ടപ്പാടിന്റെ ഫലം നമുക്ക് പിന്നാലെ കിട്ടുന്നതാണ്. ഇത് ഫുഡിന്റെ ലൈസൻസ് തന്നെ എടുത്തു വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ പ്രോഡക്റ്റ് ചെയ്യാനായിട്ട്. സാധാരണഗതിയിൽ രജിസ്ട്രേഷൻ എടുത്താലും മതി. പക്ഷെ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ലൈസൻസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. പിന്നെ പാക്കർ ലൈസൻസും കാര്യങ്ങളും ഒക്കെ പിന്നാലെ വരുന്നുണ്ട്. അതും അതായത് ഫുഡിന്റെ എടുത്തതിന് ശേഷം 90 ഡേയ്സിനുള്ളിലാണ് അത് എടുക്കേണ്ടത്. അതും നമുക്ക് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.